വെള്ളം വെള്ളം. ടവൽ ടവൽ. Victory! 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 Oh, one time! Victory! പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ സാഹസിക പരിപാടികളെക്കാളും എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നതാണ് ഇന്നത്തെ പരിപാടി. കാരണം ഈ പരിപാടി ശ്രീ ചന്ദ്രൻ അവർകൾ സെക്രട്ടറി ആയിട്ടുള്ള തെരുവ് കുട്ടികളുടെ സംഘടനയായ സേവ് ചന്ദ്രൻ ഫോറത്തിന്റെ സേവ് ചിൽഡ്രൻ ഫോറത്തിന്റെ ധനശേഖരണാർത്ഥം സംഘടിപ്പിച്ചതുകൊണ്ടാണ്. നല്ല രീതിയിൽ സംഭാവന നൽകി പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും നന്ദി. എന്റെ അടുത്ത തെരുവ് മക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെക്കാളും മുന്നിട്ടിറങ്ങിയ മൂസാക്കയോടുള്ള നന്ദി ഞാൻ പറഞ്ഞു തീർക്കുന്നില്ല. മൂസാക്കയെ പോലെ ഇനിയും ഒരുപാട് പേരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നമസ്കാരം. സമിതിക്ക് വേണ്ടി പിരിഞ്ഞു കിട്ടിയിട്ടുള്ള 10,000 രൂപ 75 പൈസ ശ്രീ മൂസക്ക പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ജെയിംസ് കുരുവിളക്ക് നൽകി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ ചന്ദ്രേട്ടന് വേറെ പണിയൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ പറയണ. ഫോട്ടോഗ്രാഫർ വന്നില്ലേ? പിന്നെ പ്രശസ്ത സംവിധായകൻ പണ്ടെങ്ങാണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് 18 നില പൊട്ടുകയും ചെയ്തു. അതിന്റെ പേരും പറഞ്ഞ് നടക്കുക നിന്റെ പപ്പ. എന്തേ, ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണിയില്ല ഡയറക്ടർ അല്ലേ നിന്റെ അപ്പൻ? ഫോട്ടോ ഫോട്ടോ. Prem, take the class. Good morning. Morning. I am Maradona. Maradona. എനിക്ക് കരാട്ട പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തിനാ ഇവിടെ തന്നെ വന്നത്? വേറെയും കരാട്ട ക്ലാസ്സിലുണ്ടല്ലോ. എനിക്ക് മാസ്റ്ററിന്റെ ശിഷ്യനായിട്ട് കാര്യമുള്ളൂ. എന്ത് ചെയ്യും? ഒരുപാട് കഷ്ടപ്പെട്ടു സാറേ ഇവിടം കണ്ടുപിടിക്കാൻ. ആട്ടെ, എന്തിനാണ് ഈ കരാട്ടെ പഠിക്കുന്നത്? അത് പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. പിന്നെ ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ നല്ല ചിന്തകൾ ഉണ്ടാകും. എക്സാക്ട്ലി. നല്ല സുന്ദരമായ ഹെൽത്തിയായ ശരീരമുണ്ടെങ്കിൽ വളരെ ഈസിയായി പെൺപിള്ളേര് വളയും. ഫീസ് 600 രൂപ. ആഴ്ചയിൽ 3 ക്ലാസ്സുകൾ. ഫ്രൈഡേയും സൺഡേയും നൈറ്റ് ക്ലാസ്സുകളുണ്ട്. See you tomorrow morning. ഓക്കെ മാസ്റ്റർ, ഞാൻ ഫീസുമായിട്ട് വരാം. വിട്. ഇവൻ എനിക്ക് പിറക്കാതെ പോയ മകനാണോ? എന്തേ ഡയറക്ടർ സാർ ഇതുവരെ എത്തിയില്ലേ? ഇന്നൊരു ഡിസ്കഷൻ ഉണ്ട്, ലേറ്റ് ആവുന്ന പപ്പ പറഞ്ഞിരുന്നു. ഡിസ്കഷൻ ഈ നൂറ്റാണ്ടിൽ എങ്ങനെ തീരും? അത് ഒടുക്കത്തെ ഒരു സിനിമാ ഭ്രാന്ത്. മമ്മി എന്തിനാ എപ്പോഴും പപ്പയെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നേ? നാട്ടുകാർ മൊത്തം അത് ചെയ്യുന്നുണ്ട്, കൂടെ മമ്മിയും. അതെടി, ഇനി ഞാൻ പറയും, എന്റെ അപ്പച്ചി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്താ നിന്റെ പപ്പ സിനിമ പിടിച്ച് തൊലച്ചത്. ഇനി ബാക്കിയും കൂടെ നശിപ്പിച്ചാൽ ഞങ്ങൾക്ക് സമാധാനാവും. എനിക്കൊരു ജോലി ഉള്ളതുകൊണ്ടാ ഇവിടെ ആരും പട്ടിണി കിടക്കാത്തത്. കെട്ടിക്കാൻ പ്രായമായൊരു മോള്, അതും കാലിന് വയ്യാത്തൊന്നുണ്ടെന്ന് ബോധം പോലും ഇല്ലാത്ത മനുഷ്യൻ.
24 മണിക്കൂർ തുടർച്ചയായി വെള്ളത്തിൽ പൊന്തിക്കിടന്ന് ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് ശ്രീ ഖദർ മൂസ. സുഹൃത്തുക്കളെ, 24 മണിക്കൂർ തികയാനിനി വെറും 25 മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പ്ലീസ് സൈലന്റ്. മൂസാഖാന്റെ കോൺസെൻട്രേഷൻ കളയരുത്. മൂസാഖാന്റെ കോൺസെൻട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ കോൺസെൻട്രേഷൻ തന്നെയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഇലയണിഞ്ഞാൽ പോലും പേടിക്കുന്ന മൂസാഖാനെ നിങ്ങൾ ബഹളം വെച്ച് പേടിപ്പിച്ച് മുക്കിക്കൊല്ലരുത്. ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വര, മൂസാഖാനെ മുക്കിക്കൊല്ലല്ലേ. ഒന്ന് മാറി. ഹലോ സർ, ഖാദർ മൂസ അഭ്യാസത്തിനിടയിൽ പാലസ് കുളത്തിൽ മുങ്ങി മരിച്ചു. ശവം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ചെളി ഉള്ളതിനാൽ ആരും കുളത്തിൽ ഇറങ്ങുന്നില്ല. ഉടൻ വരണം സർ. പാലസ് കുളത്തിൽ ഒരു അപകടം. കമോൺ, ഫാസ്റ്റ് ഫാസ്റ്റ്, കമോൺ. ഓ, ഒരു രസം. അയ്യോ, പ്രിയമുള്ളവരെ, എവിടെയോ തീ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫയർ എഞ്ചിൻ വരുന്നുണ്ട്. മാറിക്കൊടുക്കുക. ഒന്നോട്ട് പോട്ടെ, ഫയർ എഞ്ചിൻ പോട്ടെ. മാറു മാറു പ്ലീസ്. Oh my God! Come fast, fast! Come on, jump, 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 jump! ആരും പരിഭ്രാന്തരാകണ്ട. തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് ഒരു വിലപ്പെട്ട ജീവൻ ഞങ്ങൾക്ക് രക്ഷിക്കാനായി. അതാണ് ഫയർഫോഴ്സ്. എന്താ അക്രമം സാറേ കാണിച്ചത്? മൂസാഖാന്റെ പ്രകടനം തകർത്തില്ലേ? ഇതിന്റെ CD ദീപ്കൊക്കെ കൊടുക്കാന്ന് ഞങ്ങളെ അറ്റാക്കായിരുന്നു. എല്ലാം പൊളിച്ച്. അങ്ങനെയായിരുന്നോ? ഐ ആം സോറി. ഞാൻ കരുതിയത് എന്റെ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. മാസ്റ്ററുടെ ബോഡി സൂപ്പർ ആണല്ലോ. 110. എന്റെ ബോഡിയെ പുകഴ്ത്തി പറയുന്ന 110ാമത്തെ ആളാണ് നീ. ഓഹോ, അങ്ങനെ. ഒരു കാര്യം ഉറപ്പാ, ഈ ബോഡി കണ്ട സ്ത്രീകൾ മയങ്ങി പോവും. സൽമാൻ ഖാൻ സ്റ്റൈലല്ലേ? സത്യമാ, പല പെണ്ണുങ്ങൾക്കും ഞാനൊരു ഹരമാണ്. ഒരു ശിഷ്യനോട് പറയാൻ പാടില്ലാത്താണ്, എങ്കിലും പറയാം. സ്ത്രീ വിഷയത്തിൽ ഞാനൊരൽപ്പച്ചക ജില്ല. അപ്പോ സാറിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അവളെ പോവാൻ പറന്ന് വേറും മണ്ടിയാ. എന്റെ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല. ഞാൻ ആരാ മോൻ. മാസ്റ്റർ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ നിന്റെ പ്രശ്നം? അത് എന്തായാലും എന്നോട് പറ. ഒരാഴ്ച കൊണ്ട് തന്നെ മറ്റൊരു ശിഷ്യന്മാരോടും ഇല്ലാത്ത ഒരു പ്രത്യേക അടുപ്പം എനിക്ക് നിന്നോട് തോന്നുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പറ. അത് ഞാനൊരു ആന്റിയെ പരിചയപ്പെട്ടായിരുന്നു. അയ്യോ, പറഞ്ഞപ്പോഴേ നാക്കിൽ വെള്ളം ഊർന്നു. എപ്പോ? കുറച്ചു നാളായി. ഞങ്ങളിപ്പോ നല്ല കമ്പനിയാ. ആഹാ, ഇതാണോ പ്രശ്നം? അതല്ല മാസ്റ്റർ, ഇന്ന് രാത്രിയില് എനിക്ക് അവരെ കാണണമെന്നുണ്ട്. പക്ഷേ അവരുടെ ഭർത്താവ് ആളൊരു ജഗജില്ല. എന്നെ പോലെ. ഐ ക്യാൻ ഹെൽപ് യു. ഇതാ കഞ്ചാവ് ലേഹ്യം. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലിക്കലക്കി കെട്ടിവന് കൊടുക്കാൻ. അവൻ എത്ര വലിയ ജഗജില്ലിയാണേലും അവൻ ഉണരില്ല. അഥവാ ഉണർന്നാലും അവന്റെ കെട്ടുവിടില്ല. എന്നാ പിടി. താങ്ക് യു മാസ്റ്റർ. ഓൾ ദ ബെസ്റ്റ്. പുഷ് പുഷ് പുഷ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനൊരു ധൈര്യം പോരാ. നാളെ വന്നിട്ട് വേണം എല്ലാം ഒന്ന് വിസ്തരിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ. ഓ, നാളെ ഒന്ന് ആയാ മതിയായിരുന്നു. All karate masters are not fools, but once upon a time there was a master. Yes. എന്താ പതിവില്ലാതെ പാലൊക്കെ? പോയിട്ട് വാ, ഇരിയാക്കി തരാം. വണ്ടി ഒന്ന് നിർത്തണോ? ശരി സാർ.
ഇതവനല്ലേ? എന്തുവാടാ അത്? മിസ് കോള് വന്നതാ. എന്താടാ രാത്രി പൈപ്പ് ലൈന്? ടാങ്കിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാൻ കയറിയതാ. നീ വന്നേ. അടുത്ത മാസത്തെ ലോൺ അടവും റെഡിയായി. വല്ലാതെ താമസമല്ലോ. ഷെർലി, ഒരു ചായ. ഇനി പാല് വേണ്ട, കെട്ടുവിടുന്നില്ലല്ലോ. നിന്റെ ആന്റിയോട് പറ ഇത് രാത്രി പാലി കലക്കി കെട്ടിവന് കൊടുക്കാൻ. യു ബ്ലഡി ചീറ്റ്. Come on boys, follow me. അമ്പരപ്പിക്കുന്ന ധീര പ്രകടനം നമ്മുടെ നാടിന്റെ ധീര രോമാഞ്ചവിത. തുടർച്ചയായ 48 മണിക്കൂർ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ച് ആ മേരി, ഞാൻ വരാൻ അല്പം താമസിക്കും. അവന്റെ ട്യൂഷൻ സെന്റർ വരെ ഒന്ന് വന്നിരിക്കുക. സാറന്മാരെയൊക്കെ ഒന്ന് കാണണം. ഓക്കെ? ധീരതയുടെ പോരാളി, യുവതികളുടെ ഇയാൾക്കിത് എന്തിന്റെ കേടാണ്? ഭ്രാന്താണോ? അവന്റെ കോപ്പിലെ ഒരു പാട്ട് കുറെ നാളായി നിന്നെ ഞാൻ സഹിക്കുന്നു. വേണ്ട വേണ്ടാന്ന് വെക്കുന്തോറും കാസിക്കറാ. നീ എവിടെ തെണ്ടി നടക്കുമായിരുന്നു? എടാ ചോദിച്ച കേട്ടില്ലെന്ന്. എടാ പറയാൻ നിനക്ക് മനസ്സിലാവില്ലടി എന്റെ വിഷമം. ഈ മഹാന്റെ തന്തയാണെന്ന് അറിഞ്ഞപ്പോ ആ മാഷും പിള്ളേരും എന്റെ ഫോട്ടോ എടുത്തു, ഫോട്ടോഗ്രാഫും വാങ്ങിച്ചു. എന്തിനാണെന്ന് അറിയാവോ? ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ലവൻ. അവന്റെ നോട്ടം കണ്ടില്ലേ? അടിച്ച് ചെവിക്കുറ്റി പൊളിക്കോ വേണ്ടത്. എന്തിനാ ഇവൻ സുന്ദരക്കുട്ടൻ കളിച്ച് പോണെന്നറിയാവോ? കണ്ടാനും കണ്ട പൈപ്പേ വലിഞ്ഞു കയറാനുമാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പഠിക്കും പഠിക്കും. അതിന് തലവര നന്നാകണം. ഇവന്റെ തലയിൽ കർത്താവ് പഠിപ്പിന്റെ വര വരച്ചിട്ടില്ല. എന്റെ എല്ലാ പ്രതീക്ഷകളും അതിൽ തകർക്കണം. മോൻ എന്താ ക്ലാസ്സിൽ പോവാത്തത്? പാവം ഡാഡി ഇന്ന് ട്യൂഷൻ സെന്ററിൽ പോയിട്ട് ആകെ ഇൻസൾട്ടായി. അതാ ഞാനും പോവാത്തത്. പോയിട്ട് കാര്യമില്ല മമ്മി, എനിക്ക് ഒന്നും തലേ കയറുന്നില്ല. അതൊക്കെ നിന്റെ തോന്നലുകളാ മോനെ. ദാ ഇത് സോഫി തന്ന നോട്ടാ. ഇത് നോക്കി എല്ലാം എഴുതിയെടുക്ക്. നാശം. മോനെ, പഠിപ്പില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒന്നും ആവാൻ കഴിയില്ല. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? കുറച്ചു നാള് കഴിയുമ്പോ മമ്മിയും ഡാഡി ഒന്നും കാണത്തില്ല. അന്ന് നിനക്ക് ജീവിക്കണമെങ്കിൽ നിനക്കൊരു തൊഴിലൊക്കെ വേണ്ടേ? എന്റെ മോന് മമ്മി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് ചിക്കൻ കറിയാണല്ലേ? നല്ല മണം. ഒറ്റ അടി വെച്ചു എപ്പോഴും ഒരു തീറ്റക്കാരി. മമ്മി എന്താ മറഡോണ? നീ എന്തിനാ എന്റെ ഡാഡി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയത്? ഞാനൊന്നുമല്ല, അങ്കിള് വന്നതാ. ഓഹോ, അപ്പൊ നീ ബുക്ക് കൊടുത്തു വിട്ടത്? അത് എക്സാം വരുന്നതിനാൽ ആരും നിനക്ക് നോട്ട് തരില്ല, അതാ ഞാൻ. ഓ, വലിയ ഉപകാരമല്ലേ ചെയ്തത്. നീ നിന്റെ കാര്യം നോക്കിയാ മതി, എന്റെ ട്യൂഷൻ ടീച്ചർ ആവണ്ട. വലിയൊരു പഠിപ്പുകാരി വന്നിരിക്കുന്നു. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ ഇടപെടണ്ട. കേട്ടോടി ഞൊണ്ടി. എന്തായി പപ്പ പോയ കാര്യം? എല്ലാം ഓക്കെ. സരോജ് കുമാർ കഥ കേട്ടോ? കേട്ടോന്നോ? കേട്ടു, ഇഷ്ടമായി, ഉടനെ ചെയ്യാമെന്നും പറഞ്ഞു. ആശ്വാസായി. പപ്പയുടെ കാര്യങ്ങളൊക്കെ ശരിയായി വരുന്നുണ്ടല്ലോ. എനിക്ക് ഉറപ്പാ പപ്പയുടെ അടുത്ത സിനിമ സൂപ്പർ ഹിറ്റ് ആകും. ഡയറക്ടർ ജെയിംസ് കുരുവിള അതിശക്തമായി തിരിച്ചു വരും. ചെല്ല് പപ്പ പോയി ഡ്രസ് മാറി വന്ന് ഭക്ഷണം കഴിക്കുക. ചെല്ല് പപ്പ.
മണിക്കൂറായി ഫിലിം ന്യൂസ്. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ലണ്ടനിൽ പുരോഗമിക്കുന്നു. ഈ സിനിമയുടെ പേര് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. 1 മാസമായി ഷൂട്ടിംഗിൽ ഏർപ്പെട്ടിരുന്ന സരോജ് കുമാറും സംഘവും ഷൂട്ടിംഗ് അവസാനിപ്പിച്ച് ഈ മാസം അവസാനം മടങ്ങി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിന്റെ 50ാമത് ചിത്രം എന്ന പ്രത്യേകതയും തിരിച്ചെത്തിയ ശേഷം സോറി മോളെ. മുസാക്ക ഇതെന്ത് പറ്റി? ഇനി എന്ത് പറ്റണം? മൂക്കിന്റെ പാലം തകർന്ന് കണ്ണ് കെട്ടി ബൈക്ക് ഓടിച്ച മൂസാക്കാന്റെ ഫ്രണ്ടിലായിരുന്നല്ലോ ഞങ്ങളുടെ ജീപ്പ്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു പൂച്ചവട്ടം ചാടി. ഞങ്ങള് സഡൻ ബ്രേക്ക് ഇട്ടു. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തില്ല. 48 മണിക്കൂർ തികയാൻ അരമണിക്കൂർ മതിയായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തായാലും കണ്ണ് കെട്ടിയുള്ള പരിപാടി ഇതോടെ നിർത്തി. പക്ഷെ അടുത്തത് കിടിലം പരിപാടിയാ. 30 വിഷപ്പാമ്പുകൾക്കൊപ്പം 30 ദിവസം ഒരു ചില്ലുകൂട്ടി. ലിംക ബുക്കിന്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊന്നും വേണ്ട മൂസാക്ക, അപകടമാ. പാമ്പല്ലേ, സാരമില്ല. എങ്ങനെങ്കിലും എനിക്ക് പ്രശസ്തനായി ലിംക ബുക്കിൽ ഇടം നേടിയേ പറ്റൂ. നിങ്ങൾ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച വ്യക്തിയോട് എനിക്ക് എന്റെ ധീരത തെളിയിക്കണം. മാധ്യമങ്ങളെയൊക്കെ അറിയിച്ചോ? എല്ലാ സെറ്റപ്പും റെഡി. ഓക്കെ, അപ്പൊ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഒരു ജലദോഷം.